ഒരാളൊരു മഹാക്ഷേത്രത്തിൽ വിസിറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് അവിടെ അപാരമായ സമാധാനം അനുഭവിക്കാൻ പറ്റി. അപ്പോൾ ഈ സമാധാനം അനുഭവിച്ച് ഇങ്ങനെ തിരിച്ചു പോകാൻ പോലും ഇഷ്ടമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റിക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാളെ പരിചയപ്പെട്ടില്ല. അപ്പോൾ അയാളോട് പറഞ്ഞു, നിങ്ങളെന്തൊരു ഭാഗ്യവാനാണ് സെക്യൂരിറ്റിക്കാരാ. കാരണം എന്താ, ഈ പരിപാവനമായ സന്നിധാനത്തിൽ ഒരു 10 മിനിറ്റ് ചിലവാക്കിയപ്പോൾ തന്നെ എനിക്ക് വലിയ സമാധാനം അനുഭവിച്ചു. അപ്പോൾ ഇവിടെ തന്നെ നിൽക്കുന്ന നിങ്ങളുടെ കാര്യം. അപ്പോൾ അയാൾ പറയും, ഒന്ന് പോകാം അവിടെ നിന്ന്, എനിക്ക് ഇവിടുന്ന് വീട്ടുപോയാലേ സമാധാനം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ദൂരെ നിന്ന് ആ ഒരു ദിവ്യമായ സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞു പോകുന്ന ആൾക്ക് അവിടെ വലിയ സമാധാനം കിട്ടുന്നുണ്ട്. അവിടെ തന്നെ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് അവിടെ സമാധാനമില്ല. അപ്പോൾ എന്താ, സമാധാനം ഒരു മനോഭാവമാണ്. സമാധാനം ഒരു സ്ഥലത്ത് നിൽക്കുന്ന സാധനമല്ല. ഒരു സ്ഥലത്തിൽ സമാധാനമില്ല. സമാധാനം ഒരു മാനസിക തയ്യാറെടുപ്പിൻ്റെ പേരാണ്. ഈ ആൾ പോയിരിക്കുന്നത് അവിടെ സമാധാനമുണ്ടെന്ന മാനസിക തയ്യാറെടുപ്പോടെയാണ്. സെക്യൂരിറ്റിക്കാരൻ അവിടേക്ക് വരുന്നത് തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. അയാൾ അവിടെ സമാധാനം കാക്ഷിച്ച് വരുന്നതല്ല. അപ്പോൾ അയാൾക്ക് കിട്ടുന്നത് ഡിസ്റ്റർബൻസ് ആയിരിക്കും. സമാധാനവും സന്തോഷവും ഒക്കെ എന്താണ് സന്തോഷം, എന്താണ് സങ്കടം? സന്തോഷം എന്നതൊരു ചിന്തയാണ്, സങ്കടം എന്നതും ഒരു ചിന്തയാണ്. ആ ചിന്തയെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റിയ സന്തോഷം വേണോ സന്തോഷമായി, സങ്കടം വേണോ സങ്കടമായി. നിങ്ങൾക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ഓൺ ഹെൽ ഓർ ഹെവൻ. യു ആർ ക്രിയേറ്റിംഗ് ഇറ്റ് വിത്ത് യുവർ തോട്ട്സ്. ഇതാണ് സത്യം.